ലഹു മൻഉഹാ മിനത് തശക്കുലി ഫീ ഗൈരി സൂറത്തിൽ ആദമിയീൻ ഇൻദൽ ഖുദ്റത്തി അലൈഹി. ഈ ഭർത്താവായ മനുഷ്യന് ജിന്നായ ഭാര്യയോട് പറ, എന്ത്, ഇജ്ജ് മനുഷ്യന്റെ കോലത്തിൽ മാത്രം നിന്നാ മതി, വേറെ ഒരു കോലത്തിലും ഇജ്ജ് വരല്ലേ. കാരണം എന്താ? അതുകൊണ്ട് ഔല എന്താവും, ചിലപ്പോൾ പേടിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അതേപോലെ മനുഷ്യ രൂപത്തിലല്ലാത്ത മറ്റു രൂപത്തിൽ നീ ഒരിക്കലും മായി പോകരുത് എന്ന് അവളോട് പറയാൻ പറ്റില്ലേ? അതുപോലെ തന്നെ വഹൽ യുഅ്തമദു അലൈഹ ഫീമാ യതഅല്ലഖു ബിശുറൂതി സിഹ്ഹത്തിൻ നിക്കാഹി മിൻ അംരി വലിഹ വഖുലുവിഹ മിനൽ മവാനിഇ വഹൽ യജൂസു ഖബൂലു ദാലിക മിൻ ഖാദിഹിം. അതുപോലെ തന്നെ നിക്കാഹിന്റെ സിഹത്തുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഷർത്തുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അവൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാമോ അല്ലയോ? അതുപോലെ വഹൽ ഇദാ റആഹാ ഫീ സൂറത്തി ഗൈരില്ലത്തി യഅലഫുഹാ ഫദ്ദഅത് അന്നഹാ ഹിയ ഫഹൽ യുഅ്തമദു അലൈഹാ വയജൂസു വതുഹാ ഔല. ഈ ജിന്നായ ഭാര്യ നോക്കൂ നിങ്ങൾ, ജിന്നായ ഭാര്യ വേറെ ഏതെങ്കിലും രൂപത്തിൽ വന്നു, മനുഷ്യ രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിൽ വന്നാൽ ആ വരുന്ന സമയത്ത് ഞാനാണേ ഇത് നിങ്ങളെ ഭാര്യയാണേ എന്നൊക്കെ പറയുമ്പോ ആ പറയുന്നത് നമുക്ക് സ്വീകരിക്കാമോ? അതനുസരിച്ചുകൊണ്ട് അവളെ സംയോഗം ചെയ്യാമോ? ചിലപ്പോ ഏതെങ്കിലും കോലത്തിലേക്ക് കയറി വരിക അല്ലേ? പല ജിന്നുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പല രൂപത്തിലും എന്താവാം, രൂപപ്പെടാൻ കഴിയുന്നവരാണ്. ആ രൂപത്തില് വല്ല കഴുതയായിട്ടോ പുലിയായിട്ടോ നരിയായിട്ടോ ഒക്കെ കയറി വരികയാണ്. വരുമ്പോ പറയാണെന്ത്, ഞാന് നിങ്ങളെ ഭാര്യയാണ് എന്ന് പറയുമ്പോ ആ വാദം സ്വീകരിച്ചുകൊണ്ട്, ആ വാക്ക് അനുസരിച്ചുകൊണ്ട് അവളെ സംയോഗം ചെയ്യാമോ അല്ലയോ, പറ്റില്ലയോ? അതുപോലെ തന്നെ വഹൽ യുകല്ലഫുൽ ഇത്തിയാനു ബിമാ യഅലഫൂനഹു മിൻ ഖൂതിഹിം കൽ അദ്മി വഗൈരിഹി. അതുകൊണ്ട് ടി ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഭർത്താവിനോട് പറയാ, നിങ്ങളെ ഈ ബിരിയാണി, അതുപോലെ തന്നെ നെയ്ച്ചോറ്, ബീഫ്, മട്ടൻ, ചിക്കൻ ഇതൊന്നും ഇപ്പൊ എനിക്ക് വേണ്ട. എനിക്ക് നല്ല ടേസ്റ്റുള്ള സംഗതി എന്താ അറിയോ, എനിക്കുള്ള ഭക്ഷണം എല്ല് വേണം. അപ്പൊ നല്ല മട്ടൻ ഉണ്ടാവും. ഇവനെന്ത് ചെയ്യാ, അവന് വൈകുന്നേരം ആവുമ്പോ കടയ്ക്ക് പോകും. കടയ്ക്ക് പോയിട്ട് ആ പോക്കിരാക്കാനോട് പറയും, കുറച്ച് അരി വേണം, പഞ്ചസാര വേണം, അത് വേണം, ഉള്ളി വേണം, മീൻ വേണം, അയില വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തരും. കാരണം എനിക്ക് മറ്റേ അറുവാറിന്റെ അടുത്ത് കൂടിയും പോകാണ്ട്. അതെന്തിനാ? കുറച്ച് എല്ലും വാങ്ങണം. എന്തിനാ എല്ല്? ഭാര്യക്ക്. അപ്പൊ ഭർത്താവിന് നല്ല ചാപ്പാടും, ഭാര്യ പറയാ എനിക്ക് നിങ്ങളെ ചാപ്പാടൊന്നും വേണ്ട, നമ്മക്ക് പറ്റണ ചാപ്പാട് തന്നെ വേണം എന്ന് ഈ ഭർത്താവിനോട് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അതിനെല്ലാം മറുപടിയായിട്ട് അൽ അസഹു നഅം ഫിൽ ജമീഇ. സുലുമോൻ അല്ലേ? അത് ശരിക്കും സുലുമോൻ 313 ആരാന്ന് മനസ്സിലായില്ല, എപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭർത്താവിനോട് ഈ രൂപത്തില് എനിക്ക് എന്റെ ഭക്ഷണം തന്നെ വേണം എന്ന് പറയാമോ എന്ന് മറുപടി അൽ അസഹു നഅം ഫിൽ ജമീഇ. ഈ വിഷയത്തിലൊക്കെ പറ്റും. ഇതൊക്കെ ഭർത്താവിനോട് പറയാം, എനിക്ക് എന്റെ തന്നെ വേണം എന്ന് പറയാൻ പറ്റും എന്നാണ് ഇതിലുള്ളത്. ബുജൈരിമിയിൽ മഹാനായ അൽ ബുജൈമി അൽ ഖത്തീബ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പൊ എന്തോ ആവട്ടെ, ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള എന്താ അറിയോ, ജിന്നുകളിലേക്ക് അമ്പിയാക്കള് അയക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമീ എന്നല്ലേ? ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മബ്ഊസുൻ ഇലാ കാഫത്തിൽ ഖൽഖി മിനൽ ഇൻസി വൽ ജിൻ അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ഒക്കെ അയക്കപ്പെട്ടവരാണ്.
അപ്പൊ ഇവിടെ മറ്റൊരു ചർച്ച, വഹൽ ബുഇസ ഇലൈഹിം നബിയ്യും മിൻഹും, ഈ ജിന്നുകളിലേക്ക് ജിന്നുകളെ കൂട്ടത്തിൽ നിന്ന് നബിമാരെ അയക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. വഖതഅ ബിഹി അബു മുഹമ്മദ് ബിൻ ഹസ്ം എന്ന മഹാൻ ആ അഭിപ്രായക്കാരനാണ്. അല്ല ഔ കാന ഫീഹിം നുദുറും മിൻഹും ലൈസു റുസുലൻ അനില്ലാഹി തആല വലാകിൻ ബഅസഹുമുല്ലാഹു തആല ഫിൽ അർദ്. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്താണ്? ജിന്നുകളിലേക്ക് അല്ലാഹു തആല ചില താക്കീതുകാരെ അയച്ചിട്ടുണ്ട്. ഔ കാന ഫീഹിം നുദുറും മിൻഹും, ജിന്നുകളിൽ തന്നെ പെട്ട ചില താക്കീതുകാർ. പക്ഷെ ലൈസു റുസുലൻ അനില്ലാഹി തആല, അവരെന്തല്ല അള്ളാഹുവിന്റെ അമ്പിയാക്കളോ മുർസലുകളോ അല്ല. മറിച്ച് ഈ ജിന്നുകളിലേക്ക് അല്ലാഹു തആല അവരെ താക്കീത് ചെയ്യാൻ അയച്ച ചില ആളുകൾ. ആ താക്കീതുകാർ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ മനുഷ്യരായ അമ്പിയ മുർസലുകളുടെ ആ സംസാരങ്ങൾ അവർ കേൾക്കും. എന്നിട്ട് ആ വാക്കുകളുമായി, ആ കേട്ട സംസാരങ്ങളുമായിട്ട് ജിന്നുകളിലേക്ക് അവർ കടന്നു ചെല്ലും. ഫഅൻദറൂഹും, എന്നിട്ട് അവരെ ആ നിലക്ക് ഭയപ്പെടുത്തി അറിയിക്കും. ഇതാണ് വഹാദ ഖൗലു ജമാഹീറുൽ ഉലമാഇ മിനസ് സലഫി വൽ ഖലഫ്, മുൻഗാമികളും പിൻഗാമികളുമായ മുഴുവൻ ഭൂരിഭാഗം ഉലമാഇന്റെയും അഭിപ്രായം ജിന്നുകളിലേക്ക് എന്തായിട്ടില്ല, അള്ളാഹു ജിന്നുകളായ നബിമാരെ അയച്ചിട്ടില്ല. മറിച്ച് മനുഷ്യരായ അംബിയ മുർസലുകൾ പറയുന്ന കാര്യങ്ങൾ ജിന്നുകളിൽപ്പെട്ട നുദുറുകൾ കേട്ട് മനസ്സിലാക്കി ആ വിഷയങ്ങൾ ജിന്നുകളോട് പറയുക എന്നുള്ളതാണ് അവരിലുള്ള വിഷയം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നു. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ജിന്നുകൾ ഖുർആൻ കേട്ട് ആ കേട്ട ഖുർആനുമായി ജിന്നുകൾ അവരുടെ സമുദായത്തിലേക്ക് കടന്നു ചെന്ന് ഇന്നാ സമീന ഖുർആനൻ അജബ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം അള്ളാഹു ഇറക്കിയ ഒരു കിതാബ് ഞങ്ങൾ കേട്ടു, അതിങ്ങനെയൊക്കെയാണ് എന്നുള്ള വിഷയം ആ ജിന്നുകളോട് പറഞ്ഞ സംഭവം വിശുദ്ധമായ ഖുർആനിൽ ഉണ്ട് അല്ലേ? അപ്പൊ അതനുസരിച്ച് എന്താണ്, ജിന്നുകളിലേക്ക് എന്തല്ല, ജിന്നുകളിൽപ്പെട്ട അമ്പിയാക്കൾ അയക്കപ്പെട്ടിട്ടില്ല എന്നാണ് മഹാന്മാരുടെ അഭിപ്രായം. പിന്നെ അടുത്ത വിഷയം എന്താ, ജിന്നുകൾ ഉണ്ടോ ഇല്ലേ? ജിന്നുകൾ ഉണ്ടോ ഇല്ലേ എന്ത് സംബന്ധമായിട്ടൊരു വലിയ ചർച്ച ഈ ആക്കാമുൽ മർജാൻ ഫി അഹ്കാമിൽ ജാൻ എന്ന ഗ്രന്ഥത്തിലുണ്ട്. ഇല്ല എന്ന് പറയുന്ന പിന്നെ നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അഭിപ്രായം, നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാ നമ്മള്. ഖുർആൻ അല്ലാഹു തആല എന്താ പറഞ്ഞിട്ടുള്ളത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അങ്ങനെയല്ലേ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം അയച്ചിട്ടുള്ളത് എന്തിനാണ്? എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ജിന്നുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം എന്താണ്? പിന്നെ വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ വിഷയമാണ് ജിന്നുകളുടെ വിഷയം. ഇനി മറ്റൊരു വിഷയം, ജിന്നുകൾ രണ്ടാമത്തെ വിഷയം എന്താണ്? ആയുസ് ഇൻഷാ അല്ലാഹ് പറയും. ജിന്നുകളുടെ തുടക്കം പിന്നെ ഒരുപാട് ഷോർട്ടാക്കി പറയണം, കാരണം ഒരുപാട് നമുക്ക് എന്താണ് ആവശ്യമില്ലാത്ത ഒരുപാട് ചർച്ചകളുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം എടുത്ത് പറയുന്നതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് എന്ത് വരുന്നത്, സ്റ്റെക്ക് വരുന്നത്. രണ്ടാമത്തെ അധ്യായം ജിന്നുകളുടെ തുടക്കം ഏത് മുതലാണ്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഖലഖല്ലാഹു തആല ബനിൽ ജാൻ, ജിന്നുമക്കള് അല്ലെ, അങ്ങനെ പഴയ ആളുകൾക്ക് പറയില്ലേ ജിന്നുമക്കള്.
ജിന്നു മക്കളെ അല്ലാഹു തആല പടച്ചു ഖബല ആദമ ആദം നബിന്റെ മുമ്പ് ബി അൽഫൈ സന 2000 കൊല്ലം മുമ്പ് പടച്ചു എന്നാ. ആദം നബി അലൈഹി സ്വലാമിനെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അല്ലാഹു തആല ജിന്നുകളെ പടച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മഹാനവറുകൾ പറയുന്നു, വക്കാനൽ ജിന്നു സുക്കാനുൽ അർദ്, ജിന്നുകൾ ഭൂമി നിവാസികളായിരുന്നു, ഭൂനിവാസികളായിരുന്നു, അത് ഭൂമിപുത്രയായിരുന്നു. വൽ മലായികത്തു സുക്കാനു സമായി, മലക്കുകളോ ആകാശത്തിൽ വസിക്കുന്നവരുമാണ്. അപ്പൊ ജിന്നുകൾ ഭൂമിയിലും മലക്കുകൾ എവിടെയായിരുന്നു? ആകാശത്തിലും ആയിരുന്നു. വഹും ഉമ്മാറുഹ, മലക്കുകളായിരുന്നു ആ ആകാശത്തെ പരിപാലിച്ചിരുന്നത്, സംരക്ഷിച്ചിരുന്നത്, അതിനെ പിന്നെ സജീവമായി ഇബാദത്ത് കൊണ്ട് സജീവമാക്കിയിരുന്നത് മലക്കുകളായിരുന്നു. ലികുല്ലി സമാഇൻ മലായികത്തുൻ, ഓരോ ആകാശത്തിലും പ്രത്യേകം പ്രത്യേകം മലക്കുകൾ ഉണ്ടായിരുന്നു. വലികുല്ലി അഹ്ലി സമാഇൻ സ്വലാത്തുൻ വ തസ്ബീഹുൻ വ ദുആഉൻ, ഓരോ ആകാശവാസികൾക്കും നിസ്കാരമുണ്ട്, സ്വലാത്തുണ്ട്, തസ്ബീഹുണ്ട്, ദുആ ഉണ്ട്. എല്ലാ ആകാശത്തിലുള്ള മലക്ക് വിഭാഗങ്ങൾക്കും എന്തുണ്ട്? നിസ്കാരം, തസ്ബീഹും ദുആവും ഒക്കെ ഉണ്ട്. ഫകുല്ലു സമാഇൻ ഫൗക സമാഇഹിം അശദ്ദു ഇബാദത്തൻ വ അക്സറു ദുആഅൻ വ സ്വലാത്തൻ വ തസ്ബീഹൻ മിനല്ലദീന തഹ്തഹും. നോക്കൂ നിങ്ങൾ, ഓരോ ആകാശം, ഇപ്പൊ ഒന്നാം ആകാശത്തുള്ള മലക്കുകളെക്കാൾ കൂടുതൽ ഇബാദത്തും സ്വലാത്തും ദുആവും തസ്ബീഹും ഉണ്ടായിരുന്നു ആർക്ക്? രണ്ടാമത്തെ ആകാശത്തിലുള്ള മലക്കുകൾക്ക്. ആ രണ്ടാം ആകാശത്തുള്ള മലക്കളെക്കാൾ ഇബാദത്തുള്ളവരാണ് മൂന്നാം ആകാശത്തിലുള്ളവർ. അതിനേക്കാൾ ഇബാദത്തുള്ളവർ ആണ് നാലാം ആകാശത്തിലുള്ളവർ. ഇങ്ങനെ ഓരോ ആകാശങ്ങളിലേക്ക് കയറും തോറും മലക്കുകൾക്ക് ഇബാദത്തും ദുആവും തസ്ബീഹും അധികരിച്ചവർ ആയിരുന്നു. ഫകാനത്തിൽ മലായികത്തു ഉമ്മാറുസ് സമാഇ വൽ ജിന്നു ഉമ്മാറുൽ അർളി. അപ്പൊ എന്തായി? ആകാശത്തെ പരിപാലിച്ചിരുന്നവർ മലക്കുകളും ഭൂമിയെ പരിപാലിച്ചിരുന്നവർ എന്തായി? ജിന്നുകളുമായി. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞത് വഖാല ബഅദുഹും അമ്മറുൽ അർള അൽഫൈ സന, ഈ ജിന്നുകള് മനുഷ്യരുടെ മുമ്പ് മഹാനായ ആദം അലൈഹിസ്സലാമിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ ഭൂമിയെ പരിപാലിച്ചു. ചില ആളുകൾ പറഞ്ഞിട്ടുള്ള 40 കൊല്ലം മുമ്പ് എന്നുമാണ്. ഇതിനെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖലഖല്ലാഹു, അല്ലാഹു തആല പടച്ചു സൂമിയ, സൂമിയാനെ പടച്ചു. സൂമിയാനെ അറിയാം മക്കളെ നിങ്ങള്? സൂമിയാനെ കേട്ടിക്കണോ ആരെങ്കിലും? ഒന്ന് എസ് അടിച്ചാട്ടെ. സൂമിയാനെ അറിയുന്നവർക്ക് എന്ന് എസ് അടിച്ചാട്ടെ. എന്തൊരു ഉഷാറില്ലാത്ത, കേട്ടിട്ടില്ല. സൂമിയ എന്നുള്ള ചങ്ങാനുണ്ട്, ഒരാളുണ്ട് സൂമിയ. അതാരാ സൂമിയാന്നറിയോ? സുമയ്യ അല്ല കേട്ടോ, സുമയ്യാൻ അറിയാം, സൂമിയാൻ അറിയില്ല. സൂമിയ വഹുവല്ലദീ ഖുലിഖ മിൻ മാരിജിൻ മിൻ നാർ. ഖുർആനിലുണ്ടല്ലോ അല്ലെ, ഖലഖൽ ജാന്ന മിൻ മാരിജിൻ അല്ലേ? അങ്ങനെയല്ലേ ടീറ്റു ഉസ്താദ് ഉള്ളത്? നമ്മളെ സൂറത്തു അർ-റഹ്മാൻ സൂറത്തിലുണ്ടല്ലോ, തീ കൊണ്ട്, അതെ, നല്ല എന്താ പറയാ, നല്ല പ്രകാശമുള്ള തീ കൊണ്ട് അല്ലാഹു തആല പടച്ച ഒരു, അതെ, ജിന്നുകളെ പിതാവ് അദ്ദേഹമാണ് സൂമിയ. അബുൽ ജിൻ, ജിന്നുകളെ പിതാവാണ് സൂമിയ. അദ്ദേഹത്തിന് അല്ലാഹു തആല പടച്ചു എന്നാണ്. അല്ലാഹു അദ്ദേഹത്തെ പഠിച്ചു. എന്നിട്ട് പഠിച്ചിട്ട് ഖാല തബാറക വ തആല, ഖാല തബാറക വ തആല, അല്ലാഹു തആല പറഞ്ഞു, തമന്ന, സുമിയാനോട്, അനക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചോ. ജിന്ന് മനുഷ്യ പിതാവ് എന്ന് പറയുന്ന പോലെ ജിന്ന് പിതാവിനോട് അല്ലാഹു തആല പറഞ്ഞു, അനക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്തോ, ആഗ്രഹിച്ചോളൂ. അപ്പോ കാല അത്തമന്ന, മൂപ്പര ഒന്നാമത്തെ ആഗ്രഹം, നല്ല രസകരമായ ആഗ്രഹങ്ങളാ അല്ലെ? നമ്മക്കൊണ്ടല്ല അങ്ങനെ പല ആഗ്രഹങ്ങള്, എന്തെല്ലാം ആഗ്രഹങ്ങളാ നമുക്കുള്ളത്.
ഇപ്പൊ കുറച്ചാൾക്കാര് 2 ദിവസം മുമ്പ് കൂടിയിട്ട് എന്താ വാർത്താ സമ്മേളനം കൂടിയിട്ട് കുറച്ച് എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ കേട്ട കൂട്ടുകാരത്? കുറെ ആഗ്രഹക്കാർ അങ്ങനെയുണ്ട്. അപ്പൊ അതെന്തോ ആവട്ടെ, ഈ സൂമിയാക്കൊരാഗ്രഹം, സൂമിയാന്റെ ആഗ്രഹം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആഗ്രഹം പിന്നെ അത്തമന്ന അന്നറ വലാ നുറ, അങ്ങനെയാണ്. ഞങ്ങൾക്ക് എല്ലാരും കാണണം, തപ്പി ഞങ്ങൾ ആരും കാണരുത്. ഈ തപ്പി നിങ്ങൾ ക്ഷമിക്കണം കൂട്ടുകാരെ, മലയാളിങ്ങനെ പറഞ്ഞിട്ട് തപ്പി പറഞ്ഞിട്ട് ഇനി എവിടെയോ തപ്പിയതെന്ന് ആരും ചോദിക്കല്ലേ. സൂമിയാന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്തായിരുന്നു? ഞങ്ങൾക്ക് എല്ലാരെയും കാണണം, പിന്നെ ഞങ്ങളെ ആരും കാണരുതേ. ഒന്നാമത്തെ ആഗ്രഹം അതാ. ആരുടെ ആഗ്രഹം പറഞ്ഞത് ഓർമ്മയുണ്ടോ കൂട്ടുകാരെ? ആരാഗ്രഹം പറഞ്ഞത്? സൂമിയാന്റെ ആഗ്രഹം. ഒന്ന് രണ്ടാമത്തെ ആഗ്രഹം എന്താ അറിയോ? രണ്ടാമത്തെ ആഗ്രഹം, ഞങ്ങള് പിന്നെ മരണപ്പെട്ടാൽ ഞങ്ങൾ മണ്ണിൽ സ്വമേധയാ മറഞ്ഞു പോകണം. സ്വമേധയാ മറഞ്ഞു പോകണം, അതാണ് രണ്ടാമത്തെ ആഗ്രഹം. മൂന്നാമത്തെ ആഗ്രഹം ഒരു വലിയ വിചിത്രമായ ഒരു ആഗ്രഹം, അതാണ് ഭയങ്കര രസം. മൂന്നാമത്തെ ആഗ്രഹം എന്താ അറിയോ? എന്താണ്? സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് വയസ്സായാലേ വയസ്സന്മാരെ നല്ല ചെറുപ്പക്കാരാക്കണം എന്ന മൂപ്പരാഗ്രഹം. മൂന്നാമത്തെ ആഗ്രഹം നല്ല വയസ്സായ ആളുകളും മരിക്കുമ്പോൾ ചെറുപ്പക്കാരായിട്ട് മരിക്കാൻ, അങ്ങനെ ഒരു ആഗ്രഹം. ഇങ്ങനെ 3 ആഗ്രഹമാണ് സൂമിയ അള്ളാന്റെ മുമ്പിൽ സമർപ്പിച്ചത്. അള്ള പറഞ്ഞാണല്ലോ എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചോന്ന്. അപ്പൊ മൂപ്പരണ്ട് ആഗ്രഹിച്ചു, ഈ 3 സംഗതികൾ ആഗ്രഹിച്ചു. അങ്ങനെ ഫഹും യുറാവൂൻ ഫഉതിയദാലിക്, ആ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടു, സൂമിയാക്ക് നൽകപ്പെട്ടു. അതുകൊണ്ട് ഫഹും യറൗന വലാ യുറൗന, അതുകൊണ്ടാണ് എന്ത്? ജിന്നുകൾ നമ്മളെ കാണുന്നു, ജിന്നുകളെ നമ്മളെ കാണാം തപ്പി, പക്ഷേ നമ്മക്ക് എന്താവണില്ല, ജിന്നുകളെ കാണാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഗാലിബൻ ആണ് കേട്ടോ. ചില ആളുകൾ ജിന്നുകളെ കണ്ട ആളുകളൊക്കെ ഉണ്ടാവാം, പക്ഷേ സാധാരണഗതിയിൽ വഹും യറൗന വലാ യുറൗന, ജിന്നുകൾക്ക് നമ്മെ കാണാം, നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയില്ല. ഒന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആഗ്രഹം അനുസരിച്ച് അവര് മരിച്ചു പോയാൽ എന്തായി? അവര് മണ്ണിൽ തന്നെ മറയുന്നു, രണ്ടാമത്തെ ആഗ്രഹം. മൂന്നാമത്തേത് വലായമൂതു കഹ്ലുഹും ഹത്താ യഊദ ശാബൻ യാനി മിത്ല സബിയി യുറദ്ദു ഇലാ അർദലിൽ ഉമൂർ, അവര് വയസ്സന്മാര് മരിക്കുമ്പോഴും ചെറുപ്പക്കാരായിട്ട് അവരെ എന്ത് ചെയ്യും? അവർ മറിയും, എന്നിട്ട് ചെറിയ കുട്ടികളെ പോലെ അവരാവും, എന്നിട്ട് എന്താവും? അവര് പിന്നെയാണ് എന്ത് ചെയ്യുക? അവർ മരിക്കുന്നത്. ഈ 3 ആഗ്രഹങ്ങളാണ് എന്തായത് സൂമിയ അള്ളാഹിനോട് ചോദിച്ചത്. ആ 3 ആഗ്രഹങ്ങൾ അള്ളാഹു താല നൽകപ്പെടുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം വഖലഖല്ലാഹു തആല ആദം, അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞ ശേഷം അള്ളാഹു താല ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാമിനെ പഠിച്ചു. ആദം നബിനെ പഠിച്ചിട്ട് ഫഖീലഹു, അപ്പൊ അദ്ദേഹത്തോട് പിന്നെ ചോദിക്കപ്പെട്ടു തമന്ന. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആദം നബിയെ പഠിച്ച ശേഷം പിന്നീട് സൂമിയാനോട് പറഞ്ഞു തമന്ന, ഇനി ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഖാല ഫതമന്നൽ ജബല, അപ്പൊ മൂപ്പര് ആഗ്രഹം എന്താണ്? മലകളെയാണ് ആഗ്രഹിച്ചത്, മലയെ ആഗ്രഹിച്ചു. ഫഉതിയൽ ജബൽ, അങ്ങനെ മലകൾ നൽകപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോ ജിന്നുകളൊക്കെ അധികം എന്താണ് മലയിലൊക്കെ ഉണ്ടാവില്ലെന്നാ അല്ലേ? ആൾത്താമസമില്ലാത്ത മലകളിലും പർവ്വതങ്ങളിലും കാടുകളിലൊക്കെ ജിന്നുകൾ താമസിക്കുന്നത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പടക്കപ്പെട്ട ശേഷം ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂമിയാനോട് പറഞ്ഞതനുസരിച്ചുകൊണ്ട് അദ്ദേഹം മലയെ ആഗ്രഹിച്ചു എന്നാണ്. പിന്നെ വഖാല ഇസ്ഹാഖ്,
മഹാനായ ഇസ്ഹാഖ് എന്നവർ പറയുന്നു, അന്നല്ലാഹു തആല ഖലഖൽ ജിന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ പടച്ചു. ജിന്നിനെ പടച്ചിട്ട് വ അമറഹും ബി ഇമാറത്തിൽ അർദ്, ഭൂമിയെ പരിപാലിക്കാൻ ആ ജിന്നുകളോട് അല്ലാഹു തആല കൽപ്പിച്ചു. അന്ന് എന്തായിട്ടില്ല, മനുഷ്യരെ അല്ലാഹു തആല പടച്ചിട്ടില്ല. ഭൂമിയെ പരിപാലിക്കാൻ അല്ലാഹു മനുഷ്യരോട് കൽപ്പിച്ചു. ഫക്കാനു യഅ്ബുദൂനല്ലാഹ അസ്സ വജല്ല, അങ്ങനെ ഒരുപാട് കാലം, കുറെ കാലം ആ ഭൂമിയിൽ അവർ അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചു. ഹത്താ ത്വാല ബിഹിമുൽ അമദ്, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്തായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് അവന് ദോഷം ചെയ്യാൻ തുടങ്ങി. ഭൂമിയിൽ അതുപോലെ രക്തച്ചൊരിച്ചിലുകൾ നടത്താൻ തുടങ്ങി. ആ സമയത്ത് ഫകാന ഫീഹിം മലക്കുൻ, ആ അന്ന് അവരിൽ എന്തുണ്ട്, ഒരു മലക്കുണ്ട്, ഒരു മലിക്ക് അല്ലെ രാജാവുണ്ട്, ഒരു മലിക്കിന് ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താണ്, യൂസുഫ് എന്നാണ്. ആ രാജാവിന്റെ പേര് യൂസുഫ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ രാജാവിനെ അവര് കൊന്നു. ഈ ഒരുപാട് കാലം അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ കുറെ കാലം കഴിഞ്ഞപ്പോ എന്തായി, അവര് ദോഷങ്ങൾ ചെയ്യുകയും അവരിൽ ഉണ്ടായിരുന്ന നല്ലവനായ ആ രാജാവിനെ അവർ കൊല്ലുകയും ചെയ്തപ്പോൾ ഫഅർസലല്ലാഹു അലൈഹിം ജുന്ദം മിനൽ മലായിക, ഒന്നാം ആകാശത്തിലുണ്ടായിരുന്ന മലക്കുകളെ അല്ലാഹു തആല അവരിലേക്ക് അയച്ചു എന്നാണ്. അതുവരെ ഒരു നല്ല ആൾക്കാരായിരുന്നു, നല്ല രൂപത്തിലാണ് ജീവിച്ചത്. പിന്നെ അവര് വേണ്ടാത്ത രൂപത്തിൽ ജീവിച്ചപ്പോൾ ഒന്നാം ആകാശത്തിലുണ്ടായിരുന്ന മലക്കുകൾപ്പെട്ട ഒരു സൈന്യത്തെ അല്ലാഹു തആല അവരിലേക്ക് അയച്ചു. ആ സൈന്യത്തിന് ജിന്ന് എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാണ്. ജിന്ന് ആയിരുന്നു പറഞ്ഞിരുന്നത്. ആ സൈന്യത്തിൽപ്പെട്ട ആളായിരുന്നു ആര്, ഇബ്ലീസ് എന്നാണ്. ഇബ്ലീസ് അലൈഹി. അദ്ദേഹം, ഈ ഇബ്ലീസ് അന്ന് 4000 മലക്കുകളെ ക്യാപ്റ്റനായിട്ടാണ് എന്തായത്, ഭൂമിയിലേക്ക് ഇറങ്ങിയത്. 4000 മലക്കുകളെ ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ അവർ ഭൂമിയിൽ ഇറങ്ങി. ആ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഫസാദ് ഉണ്ടാക്കിയിരുന്ന, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കിയിരുന്ന ജിന്നുകളൊക്കെ അവരെന്ത് ചെയ്തു, നാട് കടത്തി എന്നാണ്. അതെ, നാടെത്തി. അജ്ലൗഹും അൻഹാ വ അൽഹഖൂഹും ബിജസാഇരിൽ ബഹരി. അന്ന് അവർ നാട് കടത്തിയിട്ട്, ആ ജിന്നുകളൊക്കെ നാട് കടത്തി, ആ ജിന്നുകളൊക്കെ ആട്ടി ഓടിച്ചിട്ട് ഈ പിന്നെ ദ്വീപുകളിലേക്കാണ് എന്തായത്, അവര് ചെന്ന് പോയത്, കൂടിപ്പോയത് എന്നാണ്. ഓടിപ്പോയത് ജസീറ കടലുകളിലേക്കാണ്, കടൽ ദ്വീപുകളിലേക്കാണ് ആ ജിന്നുകൾ അന്ന് ഓടിപ്പോയത്. അതുകൊണ്ടായിരിക്കും ഈ ദ്വീപ് നാടുകളിലൊക്കെ എന്താണ്, ഈ ജിന്നുകൾ കൂടുതൽ അല്ലേ. അപ്പൊ ഇവിടൊക്കെ ഈ മലേഷ്യൻ ഭാഗത്തൊക്കെ ജിന്നുകളെ കുറിച്ച്, ജിന്നു ചെയ്ത്താനും കുറച്ച് കൂടുണ്ട്. അത് നിങ്ങൾക്കറിയോ? അങ്ങനെ ഒരുപാട് നാടുകൾ ഉണ്ടാവും. ഈ ദ്വീപ് പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ജിന്നുകൾ ഉണ്ടാവുന്ന. കാരണം അന്ന് ഈ കുരുത്തം കെട്ട ജിന്നുകളൊക്കെ ആട്ടി വിട്ടത് എങ്ങിട്ടാണ്, ഈ സ്ഥലത്തേക്കാണ്. അങ്ങനെ വസക്കന ഇബ്ലീസു വൽ ജുന്ദുല്ലദീന കാനൂ മാഹുൽ അർള. അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന 4000 മലക്കുകളെ, അല്ല 4000 ജിന്നുകളെ ക്യാപ്റ്റനായിരുന്ന ആ ഇബ്ലീസും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പിന്നെ എന്താണ്, ജിന്നുകളൊക്കെ ഭൂമിയിൽ താമസമാക്കി. അവര് ഭൂമിയിൽ താമസിക്കാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എന്ത്, ജിന്നുകളെ തുടക്കമുണ്ടായത് എന്ന് ഒരു റിപ്പോർട്ട്. ഇങ്ങനെ പല റിവായത്തുണ്ട്. ഞാനിപ്പോ ഈ കിതാബിൽ പറഞ്ഞ റിവായത്താണ് വായിക്കുന്നത്. ചിലപ്പോ ഇതിനെതിരായിട്ട് മറ്റു കിതാബുകൾ കാണാം. ഇപ്പോ തൽക്കാലം ഞാൻ ഈ റിപ്പോർട്ട് വായിക്കുന്നു. അങ്ങനെ ആണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുള്ളത്. നമ്മുടെ മജീദ് ഉസ്താദ് എത്തിയോ?
കൂട്ടായി ഹാജിക്ക് വന്ന മജീദ് ഉസ്താദ് എത്തിയെന്നതിന്റെ അർത്ഥം. എന്തായാലും തൽക്കാലം ഇപ്പോ ഞാൻ എന്റെ ടൈം ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത് സംസാരിക്കാം. ജിന്നുകൾക്ക് എത്ര ആയുസ്സുണ്ട് എന്ന് കൈ പുറത്ത് ഞാൻ ഉണ്ടായത് കൊണ്ട് ഒരു ജിന്നുമില്ല. അത് നന്നായി. അതിന് മറുപടി ഉസ്താദിന്റെ അവിടെ നമ്മളെക്കാളും വലിയ ജിന്നും ഡാഷും ഉണ്ടാവില്ല അല്ലെ? എന്തോ ആവട്ടെ. അപ്പോ ജിന്നുകളെ തുടക്കം അങ്ങനെയാണ് എന്നാണ് ഇതിൽ കാണുന്നത്. ഇൻഷാ അല്ലാഹ് ജിന്നുകളെ ആയുസ്സിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിൽ ചർച്ച വരുന്നുണ്ട്. അത് സന്ദർഭോചിതം നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.